നോക്കാം. ഇറാനെതിരെയുള്ള സൈനിക നടപടി തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് സൈനിക സഹായം നൽകില്ല എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തനിക്ക് ഉറപ്പ് നൽകിയതായി ട്രംപ് ഫോക്സ് ന്യൂസ് അഭിമുഖത്തിൽ വ്യക്തമാക്കി. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും ചേരുകയാണ്. മധു, എന്താണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ട്രംപിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളടക്കം. ഗുഡ് മോർണിംഗ് പ്രവിത, അസിത. ഇറാനെതിരെ വീണ്ടും യുദ്ധപ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനീസ് സമയം ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വരുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കം അവസാനിപ്പിച്ചിട്ടില്ലെന്നും അത് തുടരുമെന്നാണ് ട്രംപ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ബെയ്ജിങ്ങിൽ ചർച്ചകൾ നടക്കുകയാണ്. അതിന്റെ 2ാം ദിന ചർച്ചകളിൽ ഇറാൻ വിഷയത്തിൽ നിർണായക പുരോഗതി ഉണ്ടായതായി ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള സംഘർഷം പരിഹരിക്കുവാൻ ചൈന സഹായം വാഗ്ദാനം ചെയ്തതായും അതുപോലെ ഹോർമൂസ് കടലിടുക്ക് എത്രയും വേഗം തുറക്കണമെന്ന് ഷി ജിൻപിങ് ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ടും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇറാന് യാതൊരുവിധ സൈനിക ഉപകരണങ്ങളും നൽകില്ലെന്ന് ഷി ജിൻപിങ് വാക്ക് നൽകിയതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ആഗോള എണ്ണ വിപണിയെ തകിടം മറിക്കുന്ന ഈ ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കുവാൻ ചൈന തന്നെ മുൻകൈ എടുക്കുമെന്നും ആണ് ട്രംപ് നൽകുന്ന ചില സൂചന. അതേസമയം ബീജിംഗിലെ ഈ ഗ്രേറ്റ് ഹോൾ ഓഫ് ദ പീപ്പിളിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉടനീളം തായ്വാൻ വിഷയം, അതാണ് അമേരിക്കയും ചൈനയുമായിട്ടുള്ള പ്രധാന വിഷയം, അത് നിഴലിച്ചു നിൽക്കുകയായിരുന്നു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലെ വളരെ പ്രധാനപ്പെട്ടതും അത് മാത്രമല്ല അത് വളരെ സെൻസിറ്റീവ് വിഷയമാണെന്ന് ഷി ജിൻപിങ് ട്രംപിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തായ്വാൻ വിഷയത്തിലെ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ അപകടകരമായ രീതിയിൽ നീങ്ങുമെന്നാണ് ഷി ജിൻപിങ് വ്യക്തമാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ചൈന സന്ദർശനം ഇന്നാണ് സമാപിക്കുന്നത്. 3 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ 2 സാമ്പത്തിക ശക്തികളും തമ്മിൽ ചില മേഖലകളിൽ സഹകരിക്കുന്നതിനുള്ള സാക്ഷ്യം വഹിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷമുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം ട്രംപ് തിരിച്ച് അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും. പ്രവിത, അസിത. ശരി, ഇതിനു മുൻപും ഡൊണാൾഡ് ട്രംപ് പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ ഷീ ജിൻപിങ് അത്തരത്തിൽ തനിക്ക് വാക്ക് നൽകിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് മധു കൊട്ടാരക്കര നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.